ഹായ് ഫ്രണ്ട്സ്, ഗ്രേസൺ IT സൊല്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത് ഏസറിൻ്റെ ഒരു പ്രഡേറ്റർ ഗെയിമിംഗ് ലാപ്പ് നോ ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലൈൻ്റ് ആണ്. നമ്മുടെ സ്ഥാപനത്തിൽ എല്ലാ രീതിയിലുള്ള ലാപ്ടോപ്പ് മദർ ബോർഡ് ചിപ്പ് ലെവലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നത് തന്നെയാണിത്. അപ്പോൾ ഞാൻ അതിൻ്റെ കംപ്ലൈൻറ്റും നമ്മൾ എങ്ങനെ അത് സോൾവ് ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ആ ലാപ്ടോപ്പ്. ഇതിലെന്തായിരുന്നു കംപ്ലൈൻറ്റ് എന്നാണ് ഞാൻ ഇത് പറയാൻ പോകുന്നത്. നമ്മുടെ ഇവിടെ, അതായത് ഈ പ്രോസസ്സറിൻ്റെ സെക്ഷനിലേക്ക് പോകുന്ന ഒരു വോൾട്ടേജ് ജനറേറ്റ് ആകുന്ന ഈ ഒരു സെക്ഷനായിരുന്നു കംപ്ലൈൻറ്റ്. അവിടെ വരുന്ന കോയിലും അതിൻ്റെ മോസ്ഫെറ്റും ബാക്കി സാധനങ്ങളെല്ലാം പോയിരിക്കുകയായിരുന്നു. നമ്മൾ അതിന് തക്കതായ ഒരു കോയിലിട്ടു, ബാക്കിയുള്ള മോസ്ഫെറ്റെല്ലാം മാറി. ഇത് ഇവിടെ കിടന്ന കോയിൽ ഇതാണ്, കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം മാറ്റി പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം കൃത്യമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് ഏസറിൻ്റെയാണ്. ഇതുപോലുള്ള പല ടൈപ്പ് വെറൈറ്റി കംപ്ലൈൻറ്റുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലുള്ള വീഡിയോകളിൽ അതൊക്കെ മാക്സിമം കാണിക്കാൻ ശ്രമിക്കാം, ഇനി വരുന്ന കംപ്ലൈൻറ്റും വർക്കുകളും. അപ്പോൾ ഇതിൻ്റെ വേറെ വലിയ വിഷയമൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു വോൾട്ടേജ് സ്റ്റേജ് മാത്രമാണ് പ്രശ്നം. സാധാരണ ഇത് കത്തുന്ന സമയത്തേക്ക് ഹൈ വോൾട്ടേജ് സ്വിച്ച് ചെയ്ത് സാധാരണ പ്രോസസ്സറൊക്കെ പോകുന്ന ഒരു പ്രശ്നമൊക്കെ കാണാറുണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ അങ്ങനെ സംഭവിച്ചില്ല. നല്ല പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാണുന്നുണ്ടോ? അപ്പം തുടർന്ന് ഇനി നമ്മൾ ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് കംപ്ലൈൻറ്റും കൂടി ചെയ്യുന്നത് ഇടാൻ വേണ്ടി ശ്രമിക്കാം. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നത് മുൻകൂട്ടി പ്ലാൻ ചെയ്തല്ല നമ്മൾ ചെയ്യുന്നത്. വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും ഒന്ന് വീഡിയോ ഇടാം എന്ന് അപ്പോഴാണ് ഓർമ്മ തന്നെ വരുന്നത്. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഇനി മാക്സിമം വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനലിനെ വളർത്താൻ ശ്രമിക്കുക. താങ്ക് യു.